കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഗവർണറുടെ തെളിവെടുപ്പ് ഇന്നാണ്. 12:30-ക്ക് രാജ്ഭവനിലാണ് തെളിവെടുപ്പ്. സാനിയ മനോമി, എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? സിൻഡിക്കേറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഗവർണറുടെ നോമിനികളായി സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 2 അധ്യാപകർ നോമിനേഷൻ നൽകിയിരുന്നു. പക്ഷേ ഇവർ അധ്യാപക മണ്ഡലത്തിൽ നിന്ന് വന്നവരല്ല എന്ന് കാണിച്ചുകൊണ്ട് രജിസ്ട്രാർ ഇവരുടെ നോമിനേഷൻ തള്ളുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് ഇവർ ഗവർണറെ സമീപിക്കുകയും അങ്ങനെ ഗവർണർ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഫ്രീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെതിരെ യൂണിവേഴ്സിറ്റിയിലെ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ആദ്യം സിംഗിൾ ബെഞ്ച് ഗവർണറുടെ നടപടി ശരിയാണെന്നും പിന്നീട് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും ഗവർണറുടെ നടപടി ശരിയാണെന്നും തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതുപ്രകാരം ഗവർണർക്ക് ഇന്ന് എല്ലാ കക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ഉചിതമായ തീരുമാനം എടുക്കാമെന്നാണ് ഹൈക്കോടതി ഇന്നലെ വിധിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. 2 അധ്യാപകർ, അതായത് കാലിക്കറ്റിലെ 2 അധ്യാപകരായ രവീന്ദ്രനും അതുപോലെ പ്രൊഫസർ വാസുദേവനും ഇന്നിപ്പോൾ തെളിവെടുപ്പിനായി ഗവർണറുടെ വസതിയിൽ രാജ്ഭവനിൽ എത്തിയിട്ടുണ്ട്. സർവകലാശാല വൈസ് ചാൻസലറും സർവകലാശാല രജിസ്ട്രാറും ഓൺലൈനായിട്ടായിരിക്കും ഇപ്പോൾ ഈ തെളിവെടുപ്പിൽ പങ്കെടുക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും കാലിക്കറ്റ് സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് ഇലക്ഷൻ എന്ന് നടക്കണമെന്നതടക്കമുള്ള തീരുമാനം ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും ഇപ്പോൾ ഗവർണറുടെ നിർദ്ദേശപ്രകാരം 2 അധ്യാപകരും രാജ്ഭവനിലെത്തി തെളിവെടുപ്പിന് ഹാജരായിട്ടുണ്ട്. 12:30-ക്കാണ് ഇന്ന് തെളിവെടുപ്പ് നടക്കുന്നത്. ഓക്കെ സാനിയ മനോമി, ഞാനിപ്പോൾ നിൽക്കുന്നത് പണ്ട് മുതലേ നെയ്ത്ത് ശീലമാക്കിയ ഇപ്പോഴും കൈത്തറിയിൽ തന്നെ നെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്താണ്. എത്ര വർഷം